ഹായ് എവരി വൺ. ഇന്ന് ഞാൻ പിരമിഡ് വാലിയിലെ ഡേ 2 ആണ് കാണിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വന്നു കേട്ടോ, ഡേ 1ഉം ഡേ 2ഉം തമ്മിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി. ഡേ 1 എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു കേട്ടോ. ഒരു 5:36 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ട് രാവിലെ നല്ലൊരു പീസ്ഫുൾ നല്ല വെതറുമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നടന്നിട്ട് നമ്മൾ അവിടെ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ മെഡിറ്റേഷനിൽ പോയി നമുക്കൊന്ന് ഒരു മ്യൂസിക് മെഡിറ്റേഷൻ ഉണ്ട് 6 to 7. അപ്പോൾ അന്ന് അതിന് അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നെല്ലിക്കയാണ്. അപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് നെല്ലിക്ക നമുക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ പിരമിഡ് വാലിയിലെത്തി. ഇതാണ് ആ പിരമിഡിൻ്റെ മെഡിറ്റേഷൻ സെൻറ്റർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, ഇതാണ് ആ മെഡിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വെതറുമായിരുന്നു. ഈ പൂ കണ്ടില്ലേ, പാരിജാതം നമ്മൾ പറയുന്നത്, അതായത് മുല്ലപ്പൂ പോലെ ഇരിക്കും, പക്ഷേ തണ്ടിനൊരു റെഡ് കളറാണ്. ഇവിടെ ഇങ്ങനെ മെത്ത വിരിച്ച പോലെ ഈ പൂക്കൾ കിടക്കുവാണേ. നല്ലൊരു ഞങ്ങൾ അന്ന് രാത്രിയിൽ വന്നില്ലേ, ഇപ്പം പ്രീവിയസ് ഡേ രാത്രിയിൽ. അപ്പോൾ രാത്രി വന്നപ്പം ഈ പൂ വിരിയുന്ന മണമായിരുന്നു. ഇവിടോട്ട് കയറുമ്പോഴേ മണം. അതുകൊണ്ട് ചെടി നിറച്ച് ഈ പൂവാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ പൂവിൻ്റെ. ഞങ്ങളിതിങ്ങനെ പെറുക്കി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടുത്തെ യോഗ സെൻറ്റർ. അപ്പം ഞങ്ങൾ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു. മെഡിറ്റേഷൻ നമുക്കിവിടെ അകത്തേക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പം നമുക്കിതിനകത്ത് വീഡിയോ എടുക്കാനും പാടില്ല. അത് കാരണം നമ്മൾ ആ പിരമിഡിനകത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ട് അവിടെ നമുക്ക് യോഗ മാറ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് യോഗ ചെയ്യേണ്ടവർക്ക് അങ്ങനെ മാറ്റ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് യോഗ ചെയ്യാം. ഇതാണ് യോഗ ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ യോഗയുണ്ട്. ഇത് കഴിയുമ്പോൾ ഇവിടെ ഷോപ്പുകൾ, ഈ ഭാഗത്തെല്ലാം ഷോപ്പായിരിക്കും. ഷോപ്പൊന്നും ഓപ്പണായി തുടങ്ങിയില്ല. ഷോപ്പൊക്കെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ. ബുക്സ് ഉണ്ട്, പിന്നെ ഇവരുടെ തന്നെ യോഗയുടെ പല ബുക്സുകൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ യോഗ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ജീജ മാമാണ് ഞങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് കേട്ടോ. ജീജ മാമിന് യോഗ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യോഗ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഓടിപ്പോകുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് യോഗയൊക്കെ ചെയ്തു. ആക്ച്വലി ഞാൻ കുറേ നാളായി കേട്ടോ, ഞാൻ ഒത്തിരി നാളുകളായി യോഗ ഇങ്ങനെ ജസ്റ്റ് സ്ട്രെച്ചബിൾ എക്സസൈസൊക്കെ ചെയ്യുന്നല്ലാതെ യോഗയായിട്ട് ചെയ്തിട്ട്. അപ്പോൾ ജീജ മാം ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യണം. ആദ്യം കുറച്ച് വാമപ്പ് എക്സസൈസൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് ഓരോ ആസനാസ് ഇല്ലേ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. നല്ല റിലാക്സേഷനായിരുന്നു കേട്ടോ. മൈൻഡൊക്കെ നല്ല ഫ്രഷായി. ആക്ച്വലി അന്നോട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരു യോഗ ക്ലാസ്സിന് ചേർന്നാലോ എന്ന് തന്നെ എനിക്ക് ആഗ്രഹം തോന്നിപ്പോയി. പക്ഷേ ഇങ്ങനെ നമുക്ക് പറ്റുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ യോഗയൊക്കെ ചെയ്യാൻ ഭയങ്കര രസമല്ലേ. അത് ശരിക്കും ഞങ്ങളന്ന് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ എത്ര ഫിറ്റ് അല്ല എന്നുള്ളത്. അങ്ങനെയിട്ട് മാം ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും അങ്ങനെ അവിടെ നല്ല കാമാണ് അവിടെ ഇരുന്ന് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല സ്ട്രെസ് റിലീഫാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം കേട്ടോ. നല്ല ഒരു സ്ഥലമാണ്, നല്ല പീസ്ഫുൾ ഏരിയ ആണ്. അങ്ങനെ ഞങ്ങളിതാ ഓരോരോ ഇതായിട്ട് യോഗകൾ ചെയ്യണേ. ആക്ച്വലി ഈ വീഡിയോ ഇച്ചിരി യോഗയുടെ വീഡിയോ കുറച്ച് കൂടി പോയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തു. എന്നാൽ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫുൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ബോറായിട്ട് തോന്നാം, ഇതെന്താ ഇവർ കുറേ നേരമായിട്ട് ഇതേ കാര്യം തന്നെ കാണിക്കുന്നല്ലോ എന്ന്. ഞാനിത് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എനിക്കിത് കാണാൻ പിന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് ഈ പാട്ട് എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇവിടെ ആക്ച്വലി സൈലൻ്റ് ആണ്. എന്നിട്ട് ഈ ചെയ്യുമ്പം ഞങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റും ഞങ്ങൾ എൻജോയ് ചെയ്താണ് ചെയ്തത്. കാരണം മാം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു മാമിൻ്റെ എക്സ്പീരിയൻസ്. മാം അവിടെ ആയിരുന്നപ്പം ഒരു സാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാലിൻ്റെ സ്ട്രെച്ച്, കഴുത്തിൻ്റേത്, തോളിൻ്റേത്, കയ്യുടേത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യുവാണ്. അപ്പോൾ മാം പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യണം, ബ്രീത്ത് ഔട്ട് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ യോഗയുടെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യോഗ മാറ്റ്സൊക്കെ മുകളിൽ കൊണ്ടുവച്ചു. ഞാൻ ആക്ച്വലി ഇത്രയും റെക്കോർഡ് ചെയ്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഓഫ് ചെയ്യാൻ വരുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ യോഗ ഇതിനകത്ത് ഇതാണ് പിരമിഡിനകം വരുന്നത്. പക്ഷെ അവിടെ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ നമ്മളങ്ങനെ ഷൂട്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ അകത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇതൊക്കെ വെച്ചു. ഇതിൻ്റെ പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് ഏകദേശം 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7:30 ആകുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആ സമയം കഴിച്ചില്ല, 8 o'clockനുള്ളിൽ നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമുക്ക് ആ ഫ്രീ അലൗഡ് അല്ല. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന നല്ല ചൂട് ഉപ്പുമാവ്,
നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ചൂട് ചൂട് ഉപ്പുമാവ്, അതിൻ്റെ കൂടെ പോഹ ഉണ്ടായിരുന്നു, നല്ല കോക്കനട്ട് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചട്നി. പിന്നെ പോഹ ഉണ്ടായിരുന്നു. ഞാൻ പോഹ അധികം എടുത്തില്ല, കാരണം ഞാൻ എടുത്തത് ഈ ഉപ്പുമാവും നല്ല ചൂട് ദാണ്ട് പോഹ ഉണ്ടായിരുന്നു കണ്ടോ. ഈ കോക്കനട്ട് ചട്നി ആയിരുന്നു. എന്നിട്ട് നല്ല ജിഞ്ചർ ടീ ഉണ്ടായിരുന്നു. പക്ഷെ മധുരമൊന്നും അധികം ഇല്ല. പിന്നെ ഇവിടുത്തെ പാലാണല്ലോ, ഇവിടെ ഗോശാലയിലെ പാലാണല്ലോ എടുക്കുന്നത്. അത് കാരണം എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനങ്ങനെ ചായ കുടിക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് ആ ചായക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ ആ രാവിലെ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ബോട്ടിങ്ങിന് വന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബോട്ടിങ്ങിന് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ട് അതിശയിപ്പിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നി. ഇവിടെ വന്നപ്പോൾ CRPFിലെ കുറേ ആൾക്കാർക്ക് ഡോഗ് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതായത് ഈ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കുറേ ഡോഗ്സിനെ കൊണ്ടുവരും. എന്നിട്ട് ഇതിൻ്റെ അടുക്ക് നിർത്തിയിട്ട് ആ എൻഡിൽ കുറേ ആൾക്കാർ നിൽപ്പുണ്ടേ. അവരവിടെ നിന്നിട്ട് ഈ ഡോഗിനെ വിളിക്കും. അപ്പോൾ ഈ ഡോഗ് ഇതിനകത്തുനിന്ന് ചാടി ഓടി അവരുടെ അടുത്ത് പോകും. ചില ഡോഗ്സിനൊക്കെ ഭയങ്കര പേടിയാണ്. അവർ തിരിച്ച് വന്നിട്ട് ഇതിനകത്ത് കയറും, തിരിച്ച് ഈ ബോട്ടിൽ വന്ന് പെടും, എന്നിട്ട് തിരിച്ച് വന്ന് കയറും. ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഇത് കണ്ടില്ലേ, ഇതിനെ ഒരാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോകും, ഒരു ഡോഗ് ഭയങ്കര പേടിയാണ്, അതിനെ ഇറങ്ങാനേ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം തോന്നും, കൊച്ചു പിള്ളേരെയൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ട പോലെ എനിക്ക് തോന്നുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഇതിന് ആ എൻഡിൽ നിന്ന് കുറേ ആൾക്കാർ, കുറേ ഈ CRPFിലെ ആൾക്കാർ തന്നെ, ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. വിളിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പോകുന്ന കണ്ടില്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാഴ്ചയായിരുന്നു കേട്ടോ. ഈ ഡോഗ് ഇങ്ങനെ പോകും, ഓടി 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 അവിടെ പോയിട്ട് അയാളുടെ കയ്യിൽ ഒരു ബാൻഡ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബാൻഡിൽ ഇതിങ്ങനെ കടിച്ച് പറിച്ചെടുക്കും. അത് കാണാൻ ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ഡോഗ് ഉണ്ടല്ലോ, കുറച്ച് നേരം നീന്തി കഴിയുമ്പോൾ ഇതിന് ഭയങ്കര പേടിയാണ്. ഇത് നേരെ തിരിച്ച് ഈ ബോട്ടിൽ വന്ന് തിരിച്ച് കയറാൻ പോകും. തിരിച്ച് കയറാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഇന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ ഇത് തിരിച്ചു പോകും. എന്നിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ രണ്ട് പേരെ വെച്ചാണ് ഡോഗിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ ഒരു ഡോഗ് ഭയങ്കര സ്മാർട്ടായിരിക്കും. ആ ഡോഗ് പോകുന്ന കാണുമ്പോൾ മറ്റേ ഡോഗ് അതിൻ്റെ പുറകിന് പോകും. ഇവരിങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ഒരു ബാൻഡ് പോലൊരു സാധനം കെട്ടിയിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് ഇതിനെ കടിച്ച് പറിച്ചെടുക്കും. ഇതിൻ്റെ ട്രെയിനിങ് ആണ്. ഇവരുടെ എന്തെങ്കിലും ഇത് കണ്ടല്ലേ, കൈ കണ്ടല്ലേ, ഈ കയ്യിൽ ഇതിങ്ങനെ കടിച്ച് തൂങ്ങും. അയാളുടെ കയ്യിൽ അത്രയും തിക്കായിട്ട് ഇട്ടിട്ടാണ്, അല്ലായിരുന്നെങ്കിൽ അയാളുടെ കയ്യെ മുറിച്ചെടുത്തുകൊണ്ട് പോയേനെ. അത്രയും ഇതായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഒരു 10-40 ഡോഗുകളെ അവരിങ്ങനെ കൊണ്ടുവന്ന് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആക്ച്വലി ഇന്നലെയും ബോട്ടിങ്ങിൻ്റെ സമയത്ത് മഴ, പിന്നെയും ഞങ്ങൾ രാവിലെ ബോട്ടിങ് ചെയ്യാമെന്ന് വന്നപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഫുൾ ഡോഗ്സ്. ഞങ്ങൾ പേടിച്ചിൻ്റെ ഇടയ്ക്ക് നിൽക്കുക. കാരണം ഇതുങ്ങളുടെയൊക്കെ ശക്തി ഒന്ന് കാണുന്നത് കണ്ടോ, ഡോഗ്സിനെ കൊണ്ട് നിൽക്കുക, ഇതിൻ്റെയൊക്കെ ശക്തി കാണണം. ഏതെങ്കിലും ഒരെണ്ണത്തിനും ദേഷ്യം വന്ന് നമ്മളെ കടിച്ചാൽ നമ്മളെ കൊല്ലും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡോഗ്സാണ്. ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റിങ്ങും ആ കാഴ്ച കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അപ്പം നമുക്ക് ഇനി ബോട്ടിങ് നടക്കില്ല, ഇവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ, ഇതിന് വേണ്ടി, ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ഇവിടുത്തെ തന്നെ ഒരു ഡോഗാണ്. ഈ ഡോഗ് എപ്പോഴും നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വരും. ഈ പാലം ഓർമ്മയുണ്ടോ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിരുന്നില്ലേ, ആ പാലമാണിത്. ഇവിടെ ഇന്ന് കാണാൻ നല്ല രസമാണ്. ഇതിനകത്ത് കുറച്ച് ആമ്പലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ആമ്പലിൻ്റെ തൈ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും കൂടി. എന്നിട്ട് ആ പൂക്കളൊക്കെ കാണാനും ഈ പാലം ഇങ്ങനെ നടന്ന്, ഈ ഡോഗ് ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം എത്തുമ്പോൾ പിന്നെയും ഞങ്ങളുടെ പുറകിന് വരും. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് ഇവിടെയാണ് നമ്മുടെ ഗോശാല, തപസ്സലി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ബോട്ടിങ്ങും നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഞങ്ങൾ പോയത് ഒരു ദിവസം പ്രീവിയസ് ഡേ വൈകിട്ട് നമ്മൾ അധികം സ്ഥലമൊന്നും കണ്ടില്ല. പിന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റാലും ആക്ച്വലി ഇന്ന് ഞങ്ങൾ ഈ ഒരു ദിവസം കൂടാതെ നമ്മളൊരു റിസോർട്ടും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ആക്ച്വലി ഇതൊന്നും ശരിക്കും ഫുള്ള് ഞങ്ങൾ കണ്ടില്ല. കാണാനാണെങ്കിൽ ഒരു 2 ദിവസം ഇവിടെ താമസിച്ച് നമ്മൾ കാണേണ്ടി വരും. അത്രയ്ക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് കുറേ നേരം വർത്താനം. ഇവിടെ എല്ലാം നെല്ലിമരം കേട്ടോ, ഫുള്ള് നെല്ലിമരം. ഇത് കണ്ടോ, ആമ്പലൊക്കെ നല്ല സൺലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആമ്പലൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങുന്നു. കുറേ തെറ്റുകളും പൂക്കളും ചെടികളും, എന്തോരം നല്ല വെതറും നല്ല ഒരു ബ്രീസാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നെല്ലിക്ക ഇവരെ കൊണ്ട് പറിപ്പിച്ചാലോ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിക്കിൾ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ നെല്ലിക്ക പറിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നാലോ. കാരണം ഇത് നമുക്കറിയാമല്ലോ, ഇത് അധികം മരുന്നടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടായി നിൽക്കുന്ന നെല്ലിക്കയാണ്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചാലോ. ഞാനിട്ട് ഈ വീഡിയോയിൽ പലതും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, എഡിറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ പിന്നെ ഒരു മെമ്മറി അല്ലേ എപ്പോഴും കാണാൻ വേണ്ടി. അത് കാരണം ഞാൻ ഫുള്ളും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു എഡിറ്റിങ്ങും കൂടാതെ തന്നെയാണ് ഞാൻ ഈ ഫുൾ എടുത്ത വീഡിയോസ് മുഴുവൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇച്ചിരി വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും, പക്ഷേ കാണാൻ ആഗ്രഹിക്കുന്നത് കാണേണ്ടതുണ്ട്. ആമ്പൽ സൺലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് ഈ ആമ്പൽ ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂക്കൾ ആമ്പൽ, താമര, ഈ വെള്ളത്തിൽ വിരിയുന്ന പൂക്കൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നെല്ലിക്ക ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്ത് പിടിച്ച പോലെ നെല്ലിക്ക നിൽക്കുക. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നെല്ലിക്ക. എനിക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്, ഈ പിക്കിളിടാനും ഉപ്പിലിട്ട് കഴിക്കാനും ഒക്കെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചെക്കന്മാരോടൊക്കെ പറഞ്ഞു ഇതൊന്ന് പറിച്ചു തരാൻ പറ്റുമോ എന്ന്. നെല്ലിക്ക കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. എനിക്കത് ചട്നിയാക്കി കഴിക്കാൻ ഇഷ്ടമാണ്, അച്ചാറിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, വെറുതെ ഉപ്പിലിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അത് കാരണം ഇതൊരു നെല്ലിക്ക കാണിച്ചു തരുവാണ്. എന്തുമാത്രം ഉണ്ടെന്ന് പറയുമോ, ഒരു കമ്പേ തന്നെ ഉണ്ട് 10-100 നെല്ലിക്ക. അങ്ങനെ അതെല്ലാം കണ്ടു കുറേ നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടെയാണ് ഗോശാല. എന്നാൽ നമുക്ക് ഗോശാല ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോശാലയിൽ എത്തിയപ്പോഴത്തേക്കും രാവിലെ തന്നെ പശുക്കളെ എല്ലാവരും കൊണ്ടുപോയിരുന്നു. പശുക്കളെ എല്ലാം അവർ പുല്ല് മേയ്ക്കാൻ വേണ്ടി അവർ ആ പറമ്പിലേക്കൊക്കെ വിടും. അപ്പോൾ പശുക്കളെല്ലാം പോയി കഴിഞ്ഞു. അതായത് കണ്ടോ ഇവിടെ ആ ബോർഡ് വെച്ചിട്ടുണ്ട് ഗോശാലയുടെ, കണ്ടോ. അപ്പം നമുക്ക് അങ്ങനെ അധികം പശുക്കളെ ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്ക് അവരെല്ലാത്തിനെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. ഈ മുളം കാടുകളൊക്കെ പോലെ, മുളം കാട് ഇങ്ങനെ ഇല്ലിക്കാടോ മുളങ്കാടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ ഒന്നാമത് നമുക്ക് വെയിൽ ഫീൽ ആവുന്നില്ല, കാരണം ഫുൾ മരങ്ങളാണ്. പിന്നെ നല്ലൊരു ബ്രീസ്. അപ്പോൾ നമുക്കങ്ങ് ഇഷ്ടപ്പെടും കേട്ടോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ. എന്നിട്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഈ ഗോശാലയിലേക്ക്. ഇവിടെയാണ് ബോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫുൾ സ്ഥലം ഒന്ന് കണ്ടു തീരാൻ തന്നെ നമുക്ക് ഒരു ദിവസം ഫുള്ള് വേണം. ഒരു ദിവസം ഫുള്ള് പോരാ, നമുക്ക് 2 ദിവസം വേണം. അപ്പം ഞങ്ങളിതാ ഗോശാലയുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭാഗം, ഗോശാലയുടെ ഭാഗം. അപ്പം ഇവിടെ കുറേ പശുക്കളും ഉണ്ട്, കാളക്കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇവരിവിടെ തന്നെയാണ് കുട്ടികളും പശുവും അത് കണ്ട്. ഇതിൻ്റെ അപ്പുറം ഫുള്ള് മലയാണ്, ഫുൾ മലയാണ്. മലയും കാടിനും ഇടയ്ക്കാണ് ഇവർ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നല്ല വെതർ വരുന്നത്. ഇവിടെ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിറയെ പശുക്കളുണ്ട്, ആ പശുക്കളുടെയൊക്കെ ഒരു മണവും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും അത് മിസ് ചെയ്തു, കാരണം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നു പശുക്കളെ കാണാൻ വേണ്ടി. അങ്ങനെ കുറേ വെറൈറ്റി ഇനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പശുവിൻ്റെ തൊഴുത്തൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടപ്പുണ്ട്, പക്ഷേ ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു കുട്ടിയായിട്ടുള്ള കാളക്കുട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കാളക്കുട്ടി ഉണ്ടായപ്പം അതൊരു വെറൈറ്റി ബ്രീഡായിട്ട് തോന്നി കേട്ടോ. കുറച്ച് വലിയതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് 2 പേര് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ, ബാക്കി എല്ലാവരും പോയിരിക്കുമായിരുന്നു. പിന്നെ ഒരു 1-2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇവരിതിനെ നോക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കണ്ടില്ലേ, ഒരു വെറൈറ്റി ആയിട്ടുള്ളില്ലേ, ഇനെന്തോ പേര് അവർ പറഞ്ഞു കേട്ടോ, ഞാൻ ആ പേര് മറന്നുപോയി. ഇത് കണ്ടില്ലേ, നല്ല രസമാണ് കാണാൻ. നമ്മൾ ഈ നന്ദിയുടെയൊക്കെ സ്റ്റാച്ചു വെക്കത്തില്ലേ, അങ്ങനെ ഇരിക്കും ഈ കാളക്കുട്ടിയെ കാണാൻ. ഇവർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് ഈ പശുക്കളെ വളർത്തുന്നത്. അതിൻ്റെ അപ്പുറത്തും വേറൊരു പോലെ ഉണ്ട്. 1-2 പേരെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അല്ലാതെ ബാക്കി എല്ലാവരെയും കൊണ്ടുപോയിരിക്കുകയാണ്, മേയ്ക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് ബട്ടർ മിൽക്ക്. ഇത് ഇവിടുത്തെ തന്നെ പശുവിൻ്റെ ഇതെടുത്തിട്ട് ബട്ടർ മിൽക്ക്, ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഈ ബട്ടർ മിൽക്ക്. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് അവരൊന്നും ചേർത്തില്ല. നമ്മൾ ഈ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുമ്പം വെള്ളം ചേർത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില അതൊന്നുമില്ല. ഈ ബട്ടർ മിൽക്കിൻ്റെ കളർ കണ്ടു, ഒരു പിങ്കിഷ് കളറാണ്, കാരണം നല്ല നെയ്യുള്ള പശുവിൻ്റെ പങ്ങലാണ്, അത് അവിടെ നിന്ന് എടുക്കുന്നതാണ്. ഇത് കുടിക്കാൻ ഭയങ്കര സുഖമാണ്, നമുക്ക് നല്ല കൂൾ എഫക്റ്റാണ്. വെച്ചാൽ ടേസ്റ്റ് ഉപ്പും ഇടത്തില്ല കേട്ടോ, ഇവർ ഉപ്പ് ഇടാതാണ് ഈ ബട്ടർ മിൽക്ക് തരുന്നത്. അങ്ങനെ അധികം പുളിയില്ല, ഉപ്പില്ല, പക്ഷേ ഇത് കുടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. അതായത് നല്ല നാച്ചുറൽ ബട്ടർ മിൽക്ക് എന്ന് പറയില്ലേ, അതാണ് ഈ സംഭവം. അതിവിടെ ഫ്രീ ആയിട്ട് ഇവിടെ ഗോശാല വിസിറ്റ് ചെയ്യുന്നവർക്കെല്ലാം എത്ര ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കുടിക്കാം. അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് തപസ്സലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. തപസ്സലി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ, ശരിക്കും ഈ മെഡിറ്റേഷനെ പറ്റിയൊക്കെ അറിയാവുന്നവർക്ക് നല്ല യൂസ്ഫുൾ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ കുറച്ചങ്ങ് നടക്കാനുണ്ട് കേട്ടോ, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഷോർട്ട് കട്ടാണ്, വേറെ റൂട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നിറയെ പപ്പായ, നമുക്ക് നാട്ടിലൊക്കെ ചെന്ന ഒരു ഫീല് തോന്നും കേട്ടോ. നിറയെ പപ്പായ, മുരിങ്ങ ചെടികൾ, നമ്മൾ നാട്ടിലൊക്കെ ഒരു പറമ്പിൽ ഇറങ്ങി നോക്കിയാൽ എന്തൊക്കെയാണ് കാണുന്നത് അതുപോലൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഈ മലയുടെ മുകളിലാണ് തപസ്സലി. ആ മുകളിൽ കാണുന്ന ഒരു കെട്ടിടമില്ല അവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ പോകണം. അപ്പോൾ ആ പുള്ളി ഞങ്ങളുടെ കൂടെ വന്നു, കാരണം നമുക്കൊരു സേഫ്റ്റി. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒന്നും അധികം ആൾക്കാരില്ല, അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ഡോഗ്സും ഉണ്ട് കേട്ടോ. ഈ ഡോഗ്സും ഉണ്ട്. അയാൾ ആ ഡോഗിനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അടിക്കുകയൊന്നും ചെയ്യില്ലേ, വഴക്ക് പറയില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം അത്, കാരണം ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി വരുന്ന ഡോഗാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെയും കൂട്ടി കേട്ടോ. എന്നിട്ട് ഞങ്ങളിതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ, കാരണം ഇതൊരു മൗണ്ടൻ്റെ പുറത്ത് ഒരു ചെറിയൊരു കുന്ന്, ഒത്തിരി വലിയ മൗണ്ടനൊന്നും അല്ല, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവാം. അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു ഇതിനെ ഉപദ്രവിക്കേണ്ട, അത് നമ്മളെ ഒരു ശല്യവും ചെയ്യുന്നില്ല. എന്നിട്ട് ഞങ്ങളിതാ ഈ കല്ലൊക്കെ കയറി ഇങ്ങനെ പോകണം, ഇതിൻ്റെ മുകളിലാണ് പോകാൻ ഉള്ള സ്ഥലം. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഭയങ്കര രസമാണ് ഈ ഭാഗം കാണാൻ, ഭയങ്കര രസം. അപ്പോൾ ഈ തപസ്സലിയിൽ ആക്ച്വലി വൈകുന്നേരം ആകുമ്പം ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പോലെ ഉണ്ട് ആ മലയുടെ അവിടെ. അത് അവർ ആക്ച്വലി ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. നിറയെ തുമ്പപ്പൂ കേട്ടോ. തുമ്പപ്പൂ കണ്ടപ്പോഴാണ് ഓർക്കുന്നത്, ഇപ്പം നാട്ടിലൊന്നും തുമ്പപ്പൂ കാണാൻ പോലും ഇല്ല. തുമ്പയുടെ ഒരു മേളം, ഇവിടെ ഫുള്ള് തുമ്പപ്പൂ, നിറയെ പൂമ്പാറ്റകളും. അപ്പം കുറേ നേരം കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ തുമ്പപ്പൂവിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുക. എന്താണെന്നറിയില്ല, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇതാണ് തപസ്സലി. തപസ്സലിയുടെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ പോലെ നമുക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. രാവിലെ വെളുപ്പിനെയൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്ന് അവിടെ ഇരിക്കും, മെഡിറ്റേഷൻ ഇരിക്കുമെന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത്. അങ്ങനെ ഈ പുള്ളി നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. ഇവരൊക്കെ പക്ക കന്നഡികാസാണ്, കന്നഡയാണ് ഇവർ സംസാരിക്കുന്നതും. ഇവരൊക്കെ ഇവിടെ ഡ്യൂട്ടിക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഇവർ പറയുന്നു ഇവിടെ ഇങ്ങനെ സീസണൽ ടൈമിലൊക്കെ ഭയങ്കര റഷായിരിക്കും, കുറേ ആൾക്കാർ വരും. ഇനിയിപ്പം ഞങ്ങൾ ചെന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് അവിടെ കുറേ റിട്രീറ്റ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനത്തെ മലയാണ്, നല്ല കല്ലിൽ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന മലയാണ്. ഇതിൻ്റെ മുകളിലാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ഫൗണ്ടനും ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇവർ സെറ്റ് ചെയ്യുമെന്ന്. വൈകിട്ട് 5 o'clock അത് ഓപ്പൺ ആവുന്നതെന്ന്. പക്ഷേ ഞങ്ങൾ ആക്ച്വലി 5 o'clock ഇന്നലെ തന്നെ വന്നതാണ്. പക്ഷേ നമ്മൾ ഈ സ്ഥലമൊന്നും അറിയില്ല, ഇങ്ങോട്ടൊന്നും വരണമെന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ മൗണ്ടൻ കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര രസമാണ്. അപ്പം എനിക്കിങ്ങനത്തെ ഈ മൗണ്ടന് ട്രക്കിങ് ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എനിക്ക് നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് ഇഷ്ടം. ഈ വലിയ ബിൽഡിങ്ങുകളും ഭയങ്കര ഇങ്ങനെ ആർട്ടിഫിഷ്യലായ ഉള്ളതിനേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനാണ്. എന്തൊരു നാച്ചുറൽ ഫീലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അങ്ങനെയുമായിട്ട് ഉണ്ടാക്കിയില്ല, നേച്ചറിൻ്റെ തന്നെ സ്ഥലം. ഇതൊക്കെ കാണാൻ വേണ്ടി എന്തോ രസമാണ്. ഇവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്, ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു രസം, നല്ല ബ്ലാക്ക് സ്റ്റോണിൽ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ശിവൻ്റെ സ്റ്റാച്ചു. ഇവിടെ യോഗ മാറ്റ്സ് ഒക്കെ കിടക്കുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും യോഗ ചെയ്യാനും. കാരണം ഇവിടെ എത്തുമ്പോൾ ഒരു നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് എന്തായാലും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടില്ലേ ആ പിരമിഡ് കാണാം, നല്ല രസം. കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിരമിഡ്, ആ പിരമിഡ് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആ വ്യൂ നോക്കിക്കേ. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് വേറെ ഒരു കുഞ്ഞു പിരമിഡ് ഉണ്ട്. പക്ഷേ നമ്മൾ പിരമിഡ് അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. ഈ മൗണ്ടൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെയും വേണമെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇത് കണ്ടില്ലേ ശിവൻ്റെ സ്റ്റാച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന പോലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. കാരണം നമ്മൾ എന്താ എന്നെ പറയുന്നത്, ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അവരൊരു ഫൗണ്ടൻ പോലെ വിടുന്നത്. ആ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും, ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ. അത് കണ്ടാൽ നാച്ചുറൽ വെള്ളച്ചാട്ടം പോലെ തോന്നിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചും പിന്നെയും വന്നു. എന്തിനാ, ബോട്ടിങ്ങിന്. കാരണം ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചു പ്രീവിയസ്, ഇനിയെങ്കിലും ബോട്ടിൽ പോകാൻ പറ്റുമോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഫുൾ ക്ലിയറായി, ഇവരുടെ എല്ലാം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ബോട്ടിങ്. അപ്പോൾ ബോട്ടിങ്ങിൽ പെഡലിങ് നമ്മൾ തന്നെ ചെയ്യണം. രണ്ടുണ്ട്, കയാക്കിങ്ങും ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ കയാക്കിങ് ഞങ്ങൾ സെലക്ട് ചെയ്തില്ല, കാരണം എത്ര സേഫാണെന്നും അറിയില്ല. ഇടയ്ക്കെങ്ങാനും വെച്ച് കൈവേദനയോ കാലുവേദനയോ ഒക്കെ വന്നാലോ എന്ന് വെച്ചിട്ട് ഇതാണ് പെഡലിങ് എടുത്തത്. അപ്പോൾ ജീജ മാമും സോഫിയ മാം പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ശ്രീവിദ്യ മാമും ഞങ്ങൾ 2 വ്ളോഗേഴ്സ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയുന്നു ഭയങ്കര ഈസി ആയിരുന്നു ആ പെഡലിങ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമുക്കിതിന് റെസ്ട്രിക്ഷനൊന്നുമില്ല കേട്ടോ. ഒരു പ്രാവശ്യമേ ഉള്ളൂ, 2 പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര റൗണ്ട് വേണേലും ഇങ്ങനെ റൗണ്ട് ചെയ്യാം. എന്തോരു രസമാണ് ഈ കാടിൻ്റെ ചുറ്റും ഇങ്ങനെ ബോട്ടിങ്ങൊക്കെ ചെയ്ത്. കാരണം വെയിലില്ല, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബോട്ടിങ്ങിലൊക്കെ, എന്നാലും മുകളിൽ റൂഫുണ്ട്, മഴ പെയ്താലും റൂഫുണ്ട്. എന്തോ റിലാക്സേഷൻ. ഞങ്ങളതിലോ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് കുറേ നേരം ഞങ്ങളിങ്ങനെ ബോട്ടിങ് ചെയ്തു കേട്ടോ. കാരണം എത്ര നേരം കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുക, ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ബോട്ടിൽ പോകണമെന്ന് പ്രതീക്ഷിച്ച്. ആക്ച്വലി വിചാരിക്കും എന്താ ഈ ബോട്ടിങ്ങിന് ഇത്രയും കാര്യമെന്ന്. പക്ഷേ ബോട്ടിങ് നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അവർ പറയുന്ന ആ പെഡലിങ് ചെയ്യാൻ അത്ര വലിയ ടഫൊന്നുമില്ല. ചില സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ട്രിപ്പിന് പോയപ്പോൾ ഇങ്ങനെ പെഡലിങ് ചെയ്തിട്ട് നമുക്ക് പകുതി എത്തുമ്പോൾ നമ്മുടെ കാലൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെഡലിങ് ചെയ്യാനും നമ്മൾ ആക്ച്വലി ഇത് ആസ്വദിക്കില്ല. ഈ ബോട്ടിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് ആ പിരമിഡ് കാണാമെന്നുള്ളതാണ്. ആ പിരമിഡ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പം ഞങ്ങളെന്നാൽ ബോട്ടിങ് അപ്പോഴത്തേക്ക് ചെറിയതായിട്ട് ഡ്രിസ്ലിങ് തുടങ്ങി കേട്ടോ. മഴ ഇങ്ങനെ ചാറി ചാറി തുടങ്ങി. അതും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക. എന്ത് രസമായിരുന്നു. ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും വെയിലൊന്നും ഇല്ലാതെ നല്ല രസം കാണാൻ. കാടിനുള്ളിലെ കൂടെയൊക്കെ ഇങ്ങനെ ബോട്ട് ചെയ്ത് പോകുന്ന ഒരു അനുഭവം, വല്ലാത്തൊരനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഈ ബോട്ടിംഗ് ഉണ്ടല്ലോ, കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ ഈ ക്യാമറ അവിടെ ഇരിക്കുന്ന പയ്യൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം അവൻ ഞങ്ങൾക്ക് ഫുൾ വീഡിയോ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഫുൾ എത്ര റൗണ്ട് എടുത്തോ അത്രയും റൗണ്ട് ഞാൻ വീഡിയോ അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കുറച്ച് ഭാഗം ഇടുന്നുള്ളൂ. പക്ഷേ എനിക്കധികം കട്ട് ചെയ്യാനൊന്നും തോന്നിയില്ല. കാരണം എനിക്കിതെല്ലാം ഒരു മെമ്മറി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇനി ഇങ്ങനൊരു സാഹചര്യം കിട്ടുമോ, പോവുമോ, വരുമോ അതൊന്നും അറിയില്ല. എന്നാലും ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അതായത് ബാംഗ്ലൂരിലുള്ളവർക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കും ഇവിടെയൊക്കെ വന്നാൽ ഒരു നഷ്ടമാവില്ല. നിങ്ങൾക്ക് അധികം ചിലവില്ലാതെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്ന സ്ഥലമാണ്. ആരെങ്കിലും ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്കുണ്ടെങ്കിൽ പോകാനായാലും ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല, രാവിലെ പോയിട്ട് വൈകിട്ട് വരാനായാലും നിങ്ങൾക്കൊക്കെ നല്ലതാണ്. കാരണം അധികം കോസ്റ്റ്ലി അല്ല, അങ്ങനെ വലിയൊരു കാശില്ല. ഫുഡിനായാലും നമ്മൾ കാശ് സ്പെൻഡ് ചെയ്യേണ്ട, സ്റ്റേ ചെയ്യാനായാലും വലിയ ചിലവില്ല. എന്നാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ ആണ്. ആർക്ക് വേണമെങ്കിലും വന്നാലും നമുക്ക് എവിടെയും നീറ്റായിട്ടോ. ഈവൻ കുറേ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. ടോയ്ലറ്റ്സ് എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അതാണ് അതിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീഡിയോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. ഇവരിങ്ങനെ ഫുള്ള് ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് ആ സൈഡിൽ പോയി, ഒരു സൈഡ് ഈ സൈഡ്. എപ്പോഴും എനിക്ക് വെള്ളത്തിൻ്റെ നടുക്കെത്തുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഞങ്ങൾക്ക് 4 പേർക്ക് നീന്തൽ അറിയില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, വീട് പോയാൽ നീന്താൻ പറ്റുമോ, ഇനി മഴ എങ്ങാനും കൂടുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. വെള്ളം എപ്പോഴും തന്നെ ഒരു പേടിയൊക്കെ ആണ്. പക്ഷേ സേഫാണ്. കാരണം നമ്മുടെ CRPFകാർ ചുറ്റുമുണ്ട്. അവർ ആ ഡോഗിനെയും കൊണ്ട് അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അവരൊക്കെ ഉണ്ടല്ലോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അവരൊക്കെ അവിടെ ചുറ്റും അവർ പോയിട്ടില്ല കേട്ടോ. ഡോഗ്സിനെ കൊണ്ട് അവിടെ ഉണ്ട് അവർ, അതിൻ്റെ ചുറ്റും തന്നെ ഉണ്ട്. പക്ഷേ ഈ വെള്ളത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ വേറെ എന്തൊക്കെയോ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരം ഈ ബോട്ടിങ്ങിൻ്റെ വീഡിയോ കാണിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതിനകത്ത് ഒരു വീഡിയോയും കട്ട് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഇട്ട വീഡിയോ ആണ് ഇത്. ഭയങ്കര രസമായിട്ട് എനിക്കിതെല്ലാം ഒന്നുകൂടെ കണ്ടുകൊണ്ടിരിക്കാൻ. യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. നിങ്ങൾ കണ്ടില്ലെങ്കിൽ എനിക്കെങ്കിലും കാണാമല്ലോ. എല്ലാവരും ഒന്നും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങളൊക്കെ കാണണം വീഡിയോ ഫുള്ള്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിങ്. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു റൗണ്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ പാട്ടിട്ട് കേട്ടോ. ഇതിനകത്ത് ഒരാളുടെ ഫോണിൽ പാട്ടിട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനിയും ഞങ്ങൾ വേണമെങ്കിൽ മാറി ഓടിക്കാം അവരോട് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ ചവിട്ടുന്നതായിട്ടൊരു ഫീലേ തോന്നുന്നില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ കാറ്റിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഹാർഡുണ്ട് ചവിട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. ഇനി വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അങ്ങനെ നല്ല രസകരമായിട്ട് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്നത് ഇവരുടെ തന്നെ ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ വൺ ഡേ ഞങ്ങൾ സ്റ്റേ ഇല്ല, വൺ ഡേ ഇവിടെ പോകുന്ന വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ പിരമിഡ് വാലിയോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പം ഭയങ്കര രസകരമായ ഒരു ദിവസമായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി. ഫോൺ ചെയ്യല്ല, എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ കമൻറ്റിൽ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഞാനൊരു റിസോർട്ടിലേക്കാണ് അടുത്ത പോകുന്നത്. ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ കാണിച്ചു തരാം. താങ്ക് യു.